അരമണിക്കൂർ തികച്ചെടുത്തില്ല 25 മിനിറ്റ് 9 ടെറർ ലോഞ്ച് പാഡുകളാണ് അല്ലെങ്കിൽ ടെറർ കേന്ദ്രങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. നോക്കൂ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പാർലമെന്റ് അറ്റാക്ക്, അക്ഷർധാം ആക്രമണം, മുംബൈ ഭീകരാക്രമണം, ഉറി, അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ 2019 നടന്നിട്ടുള്ള ആക്രമണം, ഇതെല്ലാം കഴിഞ്ഞ് പഹൽഗാം വരെ പല ഭീകരാക്രമണങ്ങളുടെയും ചുക്കാൻ പിടിച്ച ആസൂത്രണം നടന്നിട്ടുള്ള പാകിസ്ഥാനിലെ ടെറർ ഔട്ട്ലെറ്റുകൾ അക്ഷരാർത്ഥത്തിൽ ഭസ്മമാക്കുക എന്ന സമീപനത്തിലേക്ക് പോവുക, അതെല്ലാവരും പ്രതീക്ഷിച്ചതോ ആഗ്രഹിച്ചതോ ആയ കാര്യമാണ്. അത് നടന്നിരിക്കുന്നു. ഇത് ടെററിസത്തിന്, ഭീകരവാദത്തിന് ഇനി തലപൊക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രഹരമാണ് എന്ന് കരുതുന്നുണ്ടോ? നോക്കൂ, പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദത്തിനെതിരായി രാജ്യം സ്വീകരിച്ചിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടിക്ക് ഇന്ത്യൻ സൈന്യത്തിനൊപ്പം 140 കോടി ജനങ്ങളും ഇന്ന് ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. ആ തീരുമാനത്തിനൊപ്പമാണ് ഈ രാജ്യത്തെ 140 കോടി ജനങ്ങളും. അതിന് കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമൊന്നുമില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി ഈ ഒരു നിമിഷത്തിൽ രാജ്യത്തിനൊപ്പം, സൈന്യത്തിനൊപ്പം ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. നമ്മുടെ ധീരരായ സൈനികർക്കൊപ്പം ഇന്ന് പാകിസ്ഥാനിലേക്ക് കടന്നു ചെന്ന് അതിക്രമണം നടത്തിയിട്ടുള്ള ഇന്ത്യയുടെ 3 സേനാ വിഭാഗങ്ങൾക്കും ഒപ്പമാണ് രാജ്യം മുഴുവനായിട്ടുള്ളത്. ഇക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് പാകിസ്ഥാൻ്റെ ചില പ്രൊപ്പഗണ്ടകളൊക്കെ നടക്കുന്നുണ്ട്, ക്ലെയിമുകളൊക്കെ നടക്കുന്നുണ്ട്. അതെല്ലാം വാസ്തവവിരുദ്ധമാണ്. പാകിസ്ഥാൻ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സമയത്ത് നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ മാത്രമാണ് ഇക്കാര്യങ്ങൾ. നമുക്ക് ഓർമ്മയുണ്ടാകും, 1971 ധാക്കയിൽ പാകിസ്ഥാൻ സൈന്യം പൂർണ്ണമായി കീഴടങ്ങിക്കഴിഞ്ഞിട്ടും പാകിസ്ഥാനിലെ ജനങ്ങൾ അക്കാര്യം അറിയുന്നത് 1-2 ദിവസത്തിന് ശേഷമാണ്. അപ്പോൾ പാകിസ്ഥാനകത്ത് പാകിസ്ഥാൻ്റെ സൈന്യവും അവിടുത്തെ സൈന്യം നിയന്ത്രിക്കുന്ന മീഡിയയും എല്ലായ്പ്പോഴും അവരുടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള വ്യാജ വാർത്തകൾ സംപ്രേഷണം ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഒരു പ്രൊപ്പഗണ്ട പലപ്പോഴും ഇപ്പോൾ ലോകത്തെ എല്ലാ മാധ്യമങ്ങളും കിട്ടുന്നൊരു കാലമാണല്ലോ. അപ്പോൾ അത്തരത്തിൽ പലപ്പോഴും ആ ഒരു പ്രൊപ്പഗണ്ട പല ആളുകളും കേൾക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം പ്രൊപ്പഗണ്ടകൾക്കൊന്നും ഒരു അടിസ്ഥാനവുമില്ല. ഇന്ത്യൻ സൈന്യം അതിശക്തമായിട്ടുള്ള നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ തീവ്രവാദത്തിൻ്റെ അടിവേരിറക്കുന്ന ഈ സമീപനവുമായിട്ട് നമുക്ക് ഏറെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. രാജ്യത്തെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമാണ്. നിരപരാധികളായിട്ടുള്ള വിനോദസഞ്ചാരികളുടെ ജീവൻ എടുത്ത പാകിസ്ഥാൻ ഭീകരന്മാരെ ഇല്ലാതാക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ 140 കോടി ജനങ്ങളും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണെന്നുള്ള ഒരു തർക്കവുമില്ല. ഇവിടെ നോക്കൂ, ഇതുകൊണ്ട് മാത്രം നിൽക്കുമോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. ഭീകരവാദം എന്ന് പറയുന്നത് നമുക്കറിയാം, അതൊരു പ്രത്യയശാസ്ത്രമാണ്. അതിന് പിന്തുണയ്ക്കുന്ന ഒരു രാജ്യം, പാകിസ്ഥാൻ എന്നൊരു രാജ്യം അവിടെയുണ്ട്. അവർ ഒരു മോഡ്യൂൾ കഴിഞ്ഞാൽ അടുത്ത മോഡ്യൂൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അപ്പോൾ അത് പാകിസ്ഥാൻ്റെ നയത്തിൻ്റെ ഭാഗമാണ്. പാകിസ്ഥാൻ്റെ ഇന്ത്യ വിരുദ്ധ നയത്തിൻ്റെ ഭാഗമായി ദീർഘകാലമായി ഇന്ത്യയെ 100 കഷ്ണങ്ങളാക്കി രക്തം ചിന്തിക്കുക എന്ന പാകിസ്ഥാൻ്റെ ഒരു ലക്ഷ്യമുണ്ട്, പ്രഖ്യാപിത ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ സർക്കാർ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ തീവ്രവാദികൾക്ക് പരിശീലനം എല്ലാം നൽകുന്നത്. ഇപ്പം നോക്കൂ, ഇന്ന് ആ കൊല്ലപ്പെട്ട ഭീകരവാദികളുടെ ശവസംസ്കാരത്തിൽ പാകിസ്ഥാൻ്റെ സൈനിക ഉദ്യോഗസ്ഥർ പങ്കെടുത്തിരിക്കുകയാണ്. പാകിസ്ഥാൻ്റെ പതാക പതച്ചിരിക്കുകയാണ്. എന്തൊരു നാണക്കേടാണിത്! കാർഗിൽ യുദ്ധ സമയത്ത് സ്വന്തം സൈനികരുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ പോലും വിസമ്മതിച്ച ഒരു സൈന്യമായിരുന്നു പാകിസ്ഥാൻ സൈന്യം എന്ന് ഓർക്കണം. മറുവശത്ത് ഇന്ത്യൻ സൈന്യം ഒരു പ്രൊഫഷണൽ സൈന്യമാണ്, പൂർണ്ണമായും പ്രൊഫഷണൽ സൈന്യമാണ്, അച്ചടക്കമുള്ള സൈന്യമാണ്. തങ്ങളുടെ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചാൽ ഏറ്റവും ഉന്നതമായ ആദരവ് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുന്ന ഒരു പ്രൊഫഷണൽ മികവാർന്ന സൈന്യമാണ് ഇന്ത്യയുടേത്. മറുവശത്ത് സ്വന്തം സൈനികൻ കൊല്ലപ്പെട്ടാൽ ആ മൃതദേഹം ഏറ്റുവാങ്ങാൻ പോലും വിസമ്മതിക്കുന്ന പാരമ്പര്യമുള്ള ഒരു സൈന്യമാണ് പാകിസ്ഥാൻ്റേത്. പാകിസ്ഥാൻ്റെ സൈന്യം എന്ന് പറയുന്നത് അവിടെ ഡീപ് സ്റ്റേറ്റാണ്. അവിടുത്തെ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗവൺമെൻറ്റിന് അവിടെ ഒരു അധികാരവുമില്ല. വാസ്തവത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ഡീപ് സ്റ്റേറ്റ് ആയിട്ടുള്ള അവിടുത്തെ സൈന്യവും ISIയും ഒക്കെ ചേർന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ അവരുടെ തീരുമാനങ്ങൾ ആര് പുറത്തു പറയും എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള തർക്കവും അവിടെ നിൽക്കുകയാണ്. നമുക്ക് ഓർമ്മയുണ്ട്, കാർഗിൽ സമയത്ത് അവിടുത്തെ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് പറഞ്ഞത് ഞാൻ ഈ കാര്യമൊന്നും അറിഞ്ഞില്ല എന്നുള്ളതാണ്. എല്ലാം മുഷറഫിന്റെ പ്ലാൻ ആയിരുന്നു എന്നാണ് പിന്നീട് അവർ പറഞ്ഞത്. അപ്പോൾ പാകിസ്ഥാന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി അറിയാതെ സൈന്യം നേരിട്ട് നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ ആയിരുന്നു എന്നാണ് പിന്നീട് നവാസ് ഷെരീഫ് അതിനെക്കുറിച്ച് പറയുകയുണ്ടായത്. നമുക്കറിയാം പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി ഇന്നേ വരെ ഇന്ത്യക്കെതിരെ നടത്തിയിട്ടുള്ള എല്ലാ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള എല്ലാ യുദ്ധങ്ങളും തോറ്റു തുന്നം പാടിയ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ.
ഇന്ത്യക്കെതിരെ നടത്തിയിട്ടുള്ള എല്ലാ നീക്കങ്ങളിലും അവർ തകർന്നടിഞ്ഞിട്ടുണ്ട്, തരിപ്പണമായിട്ടുണ്ട്. ആ രാജ്യത്തെ ഇന്ദിരാഗാന്ധി രണ്ടായി വെട്ടിമുറിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ഇന്ത്യക്കെതിരായി ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത് പൂർണ്ണമായ ഇന്ത്യ വിരുദ്ധതയിൽ നിന്ന് ഉടലെടുത്ത ഒരു രാജ്യമായതുകൊണ്ടാണ്. അവർക്ക് ഇന്ത്യ വിരുദ്ധതയല്ലാതെ മറ്റൊരു അടിസ്ഥാന ആശയമില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു നറേറ്റീവ് സ്വന്തം ജനങ്ങൾക്കിടയിൽ ബിൽഡ് ചെയ്തുകൊണ്ട് അവരെ ഒറ്റക്കെട്ടാക്കി നിർത്താനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ ഭിന്നതകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒരു വശത്ത് ബലൂചിസ്ഥാനികളുടെ ഒരു സ്വാതന്ത്ര്യ പ്രക്ഷോഭമുണ്ട്, ഗിൽഗിത് അവിടെ ഒരു വലിയ സ്വാതന്ത്ര്യ പ്രക്ഷോഭമുണ്ട്, സിന്ധികൾ വേറെ രാജ്യം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ പാകിസ്ഥാനകത്ത് വലിയ പ്രശ്നമുണ്ട്. പാകിസ്ഥാനകത്തുള്ള താലിബാൻ്റെ അവർ നടത്തുന്ന പ്രശ്നങ്ങളുണ്ട്. അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി തർക്കമുണ്ട്, ഇറാനുമായിട്ട് അതിർത്തി തർക്കമുണ്ട്. അങ്ങനെ വലിയ തോതിലുള്ള ആഭ്യന്തരവും വൈദേശികവുമായിട്ടുള്ള സംഘർഷങ്ങളാൽ സംഘർഷഭരിതമാണ് പാകിസ്ഥാൻ. എക്കണോമിക്കലി പൂർണ്ണമായും തകർന്ന തരിപ്പണമാണ് പാകിസ്ഥാൻ. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇവിടെ സൈനിക ഉദ്യോഗസ്ഥർ ഇരിക്കുന്നുണ്ട്, മേജർ സർക്കാർ ഇരിക്കുന്നുണ്ട്. ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്നും കേവലം 25 കിലോമീറ്റർ അകലെയാണ് പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായിട്ടുള്ള ലാഹോർ എന്ന് പറയുന്നത്. 1971 ഇപ്പോൾ ഇന്ത്യയുടെ പ്രഹരശേഷി എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ആർട്ടിലറി പ്രഹരശേഷി എന്ന് പറയുന്നത് 100 മടങ്ങ് അധികമാണ്. ഇന്ത്യയുടെ ആർട്ടിലറി ഷെല്ലുകൾ വളരെ നിസ്സാരമായിട്ട് ലാഹോർ നഗരത്തിലേക്ക് പോയി വീഴാവുന്നതേ ഉള്ളൂ. ലാഹോർ നഗരത്തിനകത്ത് ഒരു ഇന്ത്യൻ ഷെല്ല് പോയി പതിച്ചാൽ, ഒരു മിസൈൽ പോയി പതിച്ചാൽ പാകിസ്ഥാനിലെ ഇൻവെസ്റ്റേഴ്സൊക്കെ ജീവനും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടും. അങ്ങനെ സംഭവിച്ചാൽ പാകിസ്ഥാൻ എക്കണോമിക്കലി പൂർണ്ണമായിട്ട് തകരും. കറാച്ചി പോർട്ട് ഇന്ത്യൻ നേവി ഉപരോധിച്ചാൽ ഒരാഴ്ചയ്ക്കുള്ള ഡീസൽ പോലും അവിടെ അവശേഷിക്കുന്നില്ല. പൂർണ്ണമായിട്ടും ഡീസൽ കൊണ്ടാണ് അവിടുത്തെ വൈദ്യുതി ഉൽപ്പാദനം ഉള്ളത്. മറ്റ് വൈദ്യുതി ഉൽപ്പാദന പദ്ധതികളൊക്കെ വളരെ ചുരുക്കമാണ്, തുലോം വിരളമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇന്ത്യയുമായി ഒരു പൂർണ്ണ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ പാകിസ്ഥാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ സമ്പൂർണ്ണമായി തകർന്നടിയുമെന്നുള്ള തർക്കവും വേണ്ട. അങ്ങനെ ഇറങ്ങി പുറപ്പെടാതിരിക്കുന്നതാണ് പാകിസ്ഥാന് നല്ലത്. ഇന്ത്യ വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ എന്നുള്ള കാര്യം പാകിസ്ഥാൻ ഓർക്കുന്നതാണ് നല്ലത്. കൂടുതൽ അഡ്വഞ്ചറസ് ആയി കഴിഞ്ഞാൽ പാകിസ്ഥാനിന് പൂർണ്ണമായിട്ടുള്ള നാശമായിരിക്കും ഫലം.